ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലോക്കസ്റ്റ്. നമ്മൾ സ്ത്രീകളെ തുടർച്ചയായി ഒരാൾ പിന്തുടരുകയും നമ്മളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും എന്നാൽ നമ്മൾ ഇതിനെ താല്പര്യം കാണിക്കാതിരിക്കുകയും ആയതിനു ശേഷവും സ്ഥിരമായി നമ്മളെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഇതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കും. ഇതിനെയാണ് സ്റ്റോക്കിംഗ് അഥവാ പിന്തുടരുക എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണ്. ഇത് ശിക്ഷാർഹമാകണമെങ്കിൽ 2-3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് സ്റ്റോക്കിംഗ് എന്ന് നോക്കാം. എനി മാൻ ഹു ഫോളോസ് എ വുമൺ ആൻഡ് റിപ്പീറ്റഡ്ലി കോണ്ടാക്ട്സ് ഓർ ട്രൈ ടു കോണ്ടാക്ട് ഹെർ ടു ഫോസ്റ്റർ പേഴ്സണൽ ഇൻ്ററാക്ഷൻ ഡിസ്പൈറ്റ് ഹെർ ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് ഡിസ്ഇൻട്രസ്റ്റ്. ഒരു സ്ത്രീയെ സ്ഥിരമായി ഒരു പുരുഷൻ ഫോളോ ചെയ്യുകയും എന്നാൽ ആ ബന്ധത്തിന് ആ സ്ത്രീ വ്യക്തമായി താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ച ശേഷവും അവരുമായി നിരന്തരം ബന്ധപ്പെടുകയോ വ്യക്തിപരമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒഫൻസ് അട്രാക്റ്റ് ചെയ്യും. അടുത്ത സിറ്റുവേഷനാണ് വാച്ചസ് ഓർ കീപ് ട്രാക്ക് ഓഫ് ഹൗ എ വുമൺ യൂസ് ദ ഇൻ്റർനെറ്റ്, ഇമെയിൽ ഓർ അതർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഒരു സ്ത്രീ ഇൻ്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് സ്ഥിരമായി ഒരാൾ നിരീക്ഷിക്കുകയാണ് എങ്കിൽ ഈ ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റോക്കിംഗ് അഥവാ പിന്തുടരുക എന്നുള്ളത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 78 പ്രകാരവും ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 354D പ്രകാരവും ശിക്ഷാർഹമായ ഒന്നാണ്. ഫോളോയിങ് ആർ നോട്ട് കം വിത്തിൻ ദ ആംബിറ്റ് ഓഫ് സ്റ്റോക്കിംഗ്. താഴെ പറയുന്നതൊന്നും ഇനി സ്റ്റോക്കിങ്ങിൻ്റെ കീഴിൽ വരുന്നതല്ല. ഫസ്റ്റ് വൺ, പ്രിവെൻറ്റിംഗ് ഓർ ഡിറ്റക്റ്റിംഗ് ക്രൈം ബൈ ദ സ്റ്റേറ്റ്. ഒരു ഗവൺമെൻറ് അതോറിറ്റീസിന് ഒരു ക്രൈം കണ്ടെത്താനും ഡിറ്റക്റ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിൽ നിന്നും ആരെങ്കിലും പ്രിവെൻറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ലോഫുള്ളായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്കിംഗ് ആണ് എങ്കിൽ അത് ശിക്ഷാർഹമായ ഒന്നല്ല. സെക്കൻഡ് വൺ, ആക്ട്സ് ക്യാരിഡ് ഔട്ട് അണ്ടർ എനി ലോ ഓർ ടു കംപ്ലൈ വിത്ത് എനി കണ്ടീഷൻസ് ഓർ റിക്വയർമെൻറ്റ് ഇമ്പോസ്ഡ് ബൈ എനി പേഴ്സൺ അണ്ടർ എനി ലോ. നിയമപരമായി ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടൊരു പേഴ്സൺ, അത് കോടതിയായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസായിരിക്കാം, എന്തെങ്കിലും ലീഗൽ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോക്കിംഗ് നടത്തുന്നതെങ്കിൽ അത് ഒഫൻസിൻ്റെ കീഴിൽ വരുന്നതല്ല. തേർഡ് വൺ, പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് വേർ സച്ച് കോണ്ടാക്ട് ഈസ് റീസണബിൾ ആൻഡ് ജസ്റ്റിഫൈഡ്. അത്തരം പ്രവൃത്തികൾ നീതീകരിക്കാൻ സാധിക്കുന്നതും ജസ്റ്റിഫൈഡുമാണ് എങ്കിൽ അത്തരം സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ഒഫൻസിൻ്റെ പരിധിയിൽ വരുന്നതല്ല. നമ്മുടെ IPC പ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും സ്റ്റോക്കിങ്ങിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ സെക്ഷൻ ബേസ് മാത്രം വന്നിട്ടുള്ളൊരു വ്യത്യാസമാണ്, സെക്ഷനിൽ മാത്രമുള്ളൊരു വ്യത്യാസമാണ്. ഇനി ഇതിൻ്റെ പണിഷ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് കൺവെൻഷനും സെക്കൻഡ് ഓർ സബ്സീക്വൻറ്റ് കൺവെൻഷനുമായി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കൺവെൻഷനായി കിട്ടുന്നത് ഇംപ്രിസൺമെൻറ്റ് ഓഫ് ഈദർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years ആൻഡ് ഫൈനാണ്. 3 വർഷം വരെയും ഫൈനുമാണ് ഫസ്റ്റ് കൺവെൻഷൻ. ആദ്യമായിട്ടാണ് ഒരാളെ സ്റ്റോക്കിങ്ങിന് പണിഷ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഓർ സബ്സീക്വൻറ്റ് കൺവെൻഷൻ ആണെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years ആൻഡ് ഫൈനാണ് പണിഷ്മെൻ്റായിട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please support, subscribe and share this video. Thank you for watching Locust.